പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളിലേക്കും ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. മതിയായ ചികിത്സ നൽകിയിട്ടും കൈ നഷ്ടപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാവാത്ത പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇത്തരം ദുരന്തങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന ചോദ്യം കൂടുതൽ സങ്കീർണമാക്കുന്നു. ഓഗസ്റ്റ് 24-ന് കൈക്ക് പൊട്ടലുമായി ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ രക്തയോട്ടം 25-ന് നടത്തിയ പരിശോധനയിലും സാധാരണമായിരുന്നു. എന്നാൽ 30-ന് പരിശോധിക്കുമ്പോൾ രക്തയോട്ടം പൂർണ്ണമായും നിലച്ച് കൈ മുറിച്ചുമാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ രക്തയോട്ടം നിലച്ചതിന്റെ വൈദ്യശാസ്ത്രപരമായ കാരണം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കാത്തത് കുടുംബത്തിന്റെയും പൊതുജനങ്ങളുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കമ്പാർട്ട്മെന്റ് സിൻഡ്രോം പോലുള്ള ഗുരുതരാവസ്ഥകൾ എല്ല് പൊട്ടലിന് ശേഷം പ്ലാസ്റ്റർ ഇടുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സങ്കീർണതയാണ്. പ്ലാസ്റ്റർ ഇട്ട ശേഷം വേദന, നീർവീക്കം, രക്തയോട്ടക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അടിയന്തരമായി പ്ലാസ്റ്റർ നീക്കം ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ 5 ദിവസത്തെ ഇടവേളയിൽ വേണ്ടത്ര തുടർ നിരീക്ഷണം നൽകുന്നതിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യം പ്രസക്തമാണ്. 25-നും 30-നും ഇടയിൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. ഈ ദിവസങ്ങളിൽ വീട്ടിൽ വെച്ച് എന്തെങ്കിലും പ്രത്യേക പരിചരണത്തിൽ വന്ന പിഴവുകൾ കാരണമാണോ രക്തയോട്ടം നിലച്ചത് എന്നതിനും വ്യക്തമായ വിശദീകരണം ആവശ്യമാണ്. കേരളത്തിൽ ചികിത്സാ പിഴവ് ആരോപിക്കപ്പെട്ട് വലിയ വാർത്താ പ്രാധാന്യം നേടി നിരവധി കേസുകൾ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം ആരോഗ്യ സംവിധാനങ്ങളിലെ ഘടനാപരമായ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരോഗ്യ മേഖലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളിലൊന്ന് രോഗികളുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവശേഷിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം. വർഷങ്ങളോളം വേദന സഹിച്ച രോഗിക്ക് നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് നീതി ലഭിച്ചത്. ഇത്തരം സംഭവങ്ങൾ ശസ്ത്രക്രിയാ സമയത്തെ പരിശോധനാ പ്രോട്ടോകോളുകളിലെയും സ്റ്റാഫ് ഡ്യൂട്ടിയിലെയും വീഴ്ചയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുന്നതിലെ പിഴവ് കാരണം തെറ്റായ അവയവം നീക്കം ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കായി ചികിത്സ തേടുന്നവർക്ക് രോഗബാധയില്ലാത്ത അവയവങ്ങൾ മാറി നീക്കം ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഡോക്ടർമാരുടെ ശ്രദ്ധക്കുറവിന്റെയും രോഗനിർണയത്തിലെ പിഴവുകളുടെയും ഫലമാണ്. വെന്റിലേറ്ററുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധ മൂലം രോഗികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങളോ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരുടെ പരിചയക്കുറവോ ആണ് ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിവെക്കാറ്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ പരിചരണം പലപ്പോഴും പ്രശംസനീയമാണെങ്കിലും ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നതിന് പിന്നിൽ സംവിധാനപരമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അമിത ജോലിഭാരമാണ്. തിരക്കേറിയ സർക്കാർ ആശുപത്രികളിൽ, പ്രത്യേകിച്ചും ജില്ലാ ആശുപത്രികളിൽ കുറഞ്ഞ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും വലിയ അളവിൽ രോഗികളെ പരിചരിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ശ്രദ്ധക്കുറവിനും കൃത്യസമയത്തുള്ള പരിചരണക്കുറവിനും വഴിയൊരുക്കാം. അതോടൊപ്പം വിദ്യാഭ്യാസത്തിലെയും പരിശീലനത്തിലെയും വിടവുകളാണ്. ജൂനിയർ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചും പ്ലാസ്റ്റർ ഇടുന്നത് പോലുള്ള പ്രൊസീജിയറുകളിൽ മതിയായ പ്രവൃത്തി പരിചയ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ചികിത്സാ പ്രോട്ടോകോളുകൾ, ശരിയായ ഡോക്യുമെന്റേഷൻ എന്നിവ കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെങ്കിൽ പിഴവുകൾക്ക് സാധ്യതയേറും. ചികിത്സാ പിഴവുകൾ സംഭവിക്കുമ്പോൾ കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കാത്ത സാഹചര്യം വീണ്ടും വീണ്ടും ഇത്തരം പിഴവുകൾ ആവർത്തിക്കാൻ കാരണമായേക്കാം. അതോടൊപ്പം ചില അത്യാഹിത വിഭാഗങ്ങളിൽ ഡോപ്ലർ പരിശോധന പോലുള്ള അത്യാധുനിക ഉപകരണങ്ങളോ രോഗിയുടെ നില മെച്ചപ്പെടുത്താനുള്ള മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതും കൃത്യമായ രോഗനിർണയത്തെ ബാധിക്കാം. പാലക്കാട് സംഭവത്തിൽ DMOയും പ്രാഥമിക റിപ്പോർട്ട് ഡോക്ടർമാർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ടെങ്കിലും കുട്ടിയുടെ മാതാപിതാക്കളുടെ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ചികിത്സാ പിഴവ് തെളിയിക്കപ്പെട്ടാൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കും ആശുപത്രി അധികൃതർക്കുമെതിരെ ശിക്ഷാ നടപടികളും നഷ്ടപരിഹാരവും ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാം. ഇത്തരം കേസുകൾ പൊതുസമൂഹത്തിൽ വരുത്തുന്ന ആഘാതം വളരെ വലുതാണ്. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസ്യത കുറയാൻ ഇത് കാരണമാവുകയും പാവപ്പെട്ട കുടുംബങ്ങളെ പോലും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും. അതോടൊപ്പം ഓരോ പൗരനും മികച്ച ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. ചികിത്സാ പിഴവുകൾ ഈ അവകാശത്തിന്റെ ലംഘനമാണ്. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കേവലം ഡോക്ടർമാരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനപ്പുറം ആരോഗ്യ സംവിധാനത്തിലെ വിള്ളലുകൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. രക്തയോട്ടം നിലച്ചതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയില്ലെങ്കിൽ ഈ ദുരന്തം ഒരു അപൂർവ സങ്കീർണത മാത്രമായി എഴുതിത്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ മറുപടി ലഭിക്കുന്നതിലൂടെ മാത്രമേ കുട്ടിക്കും കുടുംബത്തിനും നീതി ലഭിക്കുകയുള്ളൂ. ഒപ്പം ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പിന് തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനും സാധിക്കൂ.